നമസ്കാരം. ഈ ഭൂമി ദൈവതുല്യമായ ഭൂമിയാണ്. ഇവിടെയുള്ള മനുഷ്യർ മുഴുവൻ ദൈവത്തിൻ്റെ മക്കളാണ്. ഇന്നുള്ള മനുഷ്യർ മുഴുവൻ ആ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് സഹോദരി സഹോദരന്മാരാണ്. ഭൂമിയിലെ സകല മനുഷ്യരും സഹോദരി സഹോദരന്മാരാണ്. പിന്നെ എല്ലാം ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്. ജന്മങ്ങൾ പലത് കഴിഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷെ ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മക്കളാണ്. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കണം. കലി, കോപം, കുശുമ്പ്, അസൂയ, പ്രതികാരചിന്ത, ദുർചിന്ത, അലസത, മടി, അഹങ്കാരം, ഞാനെന്ന ഭാവം ഇതൊക്കെ മാറ്റണം. ദീർഘക്ഷമ വേണം. പിന്നെ സർവചരാചര സ്നേഹം വേണം. എല്ലാത്തിനോടും കരുണ കാണിക്കണം. അല്ലാതെ ഒരു കുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കണം. ആ കുട്ടിയുടെ വില. ആ കുട്ടിക്ക് 2 മാതാപിതാക്കളുണ്ടായിരുന്നു. അവർ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. ആ 2 മാതാപിതാക്കൾക്ക് 4 മാതാപിതാക്കളുണ്ടായിരുന്നു. 4 മാതാപിതാക്കളായി 2 മാതാപിതാക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയത്. 4 മാതാപിതാക്കൾക്ക് 8 മാതാപിതാക്കളുണ്ടായിരുന്നു. അവർ കഷ്ടപ്പെട്ടായി 4 പേരെ വളർത്തിയത്. 8 മാതാപിതാക്കൾക്ക് 16, 16 പേർക്ക് 32, 32 പേർക്ക് 64, 64 പേർക്ക് 128, 128 പേർക്ക് 256, 256 പേർക്ക് 512, 512 പേർക്ക് 1024, 1024 പേർക്ക് 2048, 2048 പേർക്ക് 4096, 4096 പേർക്ക് 8192, 8192 പേർക്ക് 16384, 16384 പേർക്ക് 30768, 30768 പേർക്ക് 65536, 65536 പേർക്ക് 1,31,072. ഇങ്ങനെ ഇതങ്ങ് പെരുകി പോവുക. അപ്പോഴാ കുട്ടി ജനിക്കാൻ കാരണക്കാരായ പൂർവികരുടെ എണ്ണം കോടാനുകോടിയാണ്. കോറെന്ന് വേണേൽ പറയാം. എന്നാലും ആകില്ല. അത്രയും പേര് കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി ജീവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ മരിച്ചുപോയവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാതെ പോയ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കുക. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ നീ ആരാ എന്ന് ചോദിച്ചാൽ ഞാൻ ആദി പിതാവിന് തുല്യനാണ് എന്നൊരു പുരുഷനും, നീ ആരാണെന്നൊരു സ്ത്രീയോട് ചോദിച്ചാൽ ഞാൻ ആദി മാതാവിന് തുല്യമാണ് എന്ന് സ്ത്രീയും പറയണം. അല്ലാതെ ആരും കഴിവില്ലാത്തവരൊന്നും അല്ല. ചൂഷണം ചെയ്തും പിന്നെ വഞ്ചിച്ചും ചതിച്ചും ഒരു വിഭാഗത്തിനെ അങ്ങ് തളർത്തി, എന്നിട്ട് ഒരു വിഭാഗം തടിച്ചു കൊഴുത്തു. ഇതൊക്കെ അജ്ഞതയാണ്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാവർക്കും കഴിവുണ്ട്. മന്ദബുദ്ധികൾ പോലും മൂന്നാറിലോട്ട് പോവാൻ ഞാൻ കാണിച്ചു തരാം. ജോലി ചെയ്ത് ഡെയിലി 1000 രൂപ സമ്പാദിക്കുന്ന മന്ദബുദ്ധികളെന്ന് നിങ്ങൾ വിളിക്കുന്ന ബുദ്ധിയില്ലാത്തവർ 1000 രൂപയ്ക്ക് ഒരു ഡെയിലി ദിവസം പണിയുന്നുണ്ട്. ഇവിടെ മന്ദബുദ്ധികളില്ല. എല്ലാവരും കഷ്ടപ്പെടുന്നവരാണ്. പിന്നെ ചിലർ ശ്രേഷ്ഠതയുള്ള ജോലി ചെയ്യുന്നു, ചിലർ ശ്രേഷ്ഠതയില്ലാത്ത ജോലി ചെയ്യുന്നു. ഏത് ജോലിക്കാണ് ശ്രേഷ്ഠതയില്ലാത്ത? എല്ലാ ജോലിക്കും ശ്രേഷ്ഠതയുണ്ട്. ചിലർക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു, പഠിപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് വലിയ ജോലി കിട്ടിയില്ല. എന്തിന്? പിന്നെ ഈ ഭൂമിയിൽ ഇഷ്ടംപോലെ ജോലിയുണ്ട്. ഏതെങ്കിലും ഒരു ജോലി ചെയ്താൽ മതി. ഇന്ന് ന്യായമായ കൂലിയുണ്ട്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി കഠിനാധ്വാനം ചെയ്യുകയും പരിശ്രമിക്കുകയും ദൈവത്തിന് കീഴ്പ്പെട്ട് സത്യനീതിക്കും അഹിംസയ്ക്കും കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.